A patient is having difficulty with cognitive abilities after a stroke. What part or which part of the brain was most likely affected? ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത് ബ്രെയിനിൻ്റെ പാർട്സ് അറിഞ്ഞിരിക്കണം, ഓരോ പാർട്സും എന്ത് ഫങ്ഷനായിട്ട് റിലേറ്റഡ് ആണ് എന്നറിഞ്ഞിരിക്കണം. അതോടൊപ്പം ക്രേനിയൽ നെർവ്സും അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കണമാണ്. എന്ത് എക്സാമിന്, കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരും ക്രേനിയൽ നെർവ്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ബ്രെയിനിൻ്റെ പാർട്സ്, ഓരോ പാർട്സിൻ്റെ ഫങ്ഷനും അറിഞ്ഞിരിക്കണം. ഇവിടെ ഓപ്ഷൻ മിഡ് ബ്രെയിൻ, സെറിബ്രം, മെഡുല ഒബ്ലോങ്ങേറ്റ ആൻഡ് സെറിബെല്ലം ആണ്. ഇതിൽ സെറിബ്രത്തിന് തന്നെ പല ലോബ്സ് ഉണ്ട്. ഫ്രണ്ടൽ ലോബ്, പെരേറ്റൽ ലോബ്, ടെമ്പറൽ ലോബ്, ഓസിപിറ്റൽ ലോബ്, ഇങ്ങനെ പല ലോബ്സ് ഉണ്ട്. ഓരോ ലോബ്സിലും ഫങ്ഷൻ ഡിഫറെൻ്റ് ആണ്. സെറിബെല്ലത്തിൻ്റെ ഫങ്ഷൻ ബാലൻസ്, കോർഡിനേഷൻ ആൻഡ് ഫൈൻ മസിൽ കൺട്രോൾ ആണ്. ഈ ബാലൻസോ കോർഡിനേഷനോ ഫൈൻ മസിൽ കൺട്രോളോ കൊഗ്നിറ്റീവ് എബിലിറ്റി ആയിട്ട് റിലേറ്റഡ് അല്ല. കൊഗ്നിറ്റീവ് എബിലിറ്റി മീൻസ് തിങ്കിങ്, റീസണിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇതെല്ലാം വരുന്നത് സെറിബ്രത്തിൻ്റെ ഫ്രണ്ടൽ ലോബാണ്. സോ ഇതിൻ്റെ ആൻസർ സെറിബ്രമാണ്. സെറിബ്രം ഫ്രണ്ടൽ ലോബിലാണ് കൊഗ്നിറ്റീവ് എബിലിറ്റി ആയിട്ട് കണക്റ്റഡ് ആയിട്ട് വരുന്നത്. ബാക്കി മിഡ് ബ്രെയിനും മെഡുല ഒബ്ലോങ്ങേറ്റ ഫങ്ഷനൊക്കെ ഡിഫറെൻ്റ് ആണ്. ഇതിൽ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് സെറിബ്രവും സെറിബെല്ലോ ആണ്. സെറിബെല്ലത്തിൻ്റെ ആക്ഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ സെറിബ്രം ആണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. Next, following lumbar surgery, a patient has a 4 millimeter or 4 mm surgical incision. The incision is clean and the edge are well appropriate. This type of tissue healing is classified as which of the following? ഇതിൽ wound healing ആണ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ആണ് അറിയേണ്ടത്. ആൻസർ ഓപ്ഷനായിട്ട് വരുന്നത് പ്രൈമറി ഇൻറ്റൻഷൻ, സെക്കൻഡറി, ടേർഷ്യറി ആൻഡ് സൂപ്പർഫിഷ്യൽ എപ്പിഡെർമൽ. ഇതിൽ ഫസ്റ്റ് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഇതൊരു സർജിക്കൽ ഇൻസിഷനാണ്, ക്ലീൻ വൂണ്ടാണ്. സോ സൂപ്പർഫിഷ്യൽ എപ്പിഡെർമൽ അല്ല, അത് എലിമിനേറ്റ് ചെയ്യുക ഫസ്റ്റ്. സെക്കൻഡ്, ഇനി പ്രൈമറി ആണോ സെക്കൻഡറി ആണോ ടേർഷ്യറി ഇൻറ്റൻഷൻ ആണോ, ഇങ്ങനെ നോക്കി മാത്രമാണ് എപ്പോഴും ഒരു ക്വസ്റ്റിന് ആൻസർ ചൂസ് ചെയ്യാവുള്ളൂ. റൈറ്റ് വേയിൽ പോയി റൈറ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യല്ല, ചിലപ്പോഴൊക്കെ അത് തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. സോ പ്രൈമറി ഇൻറ്റൻഷൻ മീൻസ് എപ്പോഴും അത് ക്ലീൻ ആയിട്ട് ഊണ്ടായിരിക്കണം. സർജിക്കൽ ഊണ്ടിനെയാണ് പ്രൈമറി ഇൻറ്റൻഷൻ വഴി ഹീലിംഗ് സംഭവിക്കുന്നത്. ക്ലീൻ ഊണ്ടായിരിക്കണം, അതിൻ്റെ എഡ്ജസ് ഒക്കെ ക്ലോസ് ടുഗദർ ആയിരിക്കണം. ഈ പ്രൈമറി ഇൻറ്റൻഷൻ ഹീലിംഗ് പ്രോസസ്സ് വെരി ഫാസ്റ്റാണ്. ആക്ച്വലി ആൻസർ പ്രൈമറി ഇൻറ്റൻഷനാണ്. സോ സെക്കൻഡറി ഇൻറ്റൻഷൻ മീൻസ് വൂണ്ടിൻ്റെ എഡ്ജസ് ക്ലോസ് ടുഗദർ അല്ല, ഇതിന് മുകളിൽ നിന്ന് അല്ല. മീൻസ് പ്രൈമറി ഇൻറ്റൻഷന് ടുഗദർ ഹീലിംഗ് സംഭവിക്കും, പക്ഷേ സെക്കൻഡറി ഇൻറ്റൻഷന് ഹീലിംഗ് സ്റ്റാർട്ട് ഫ്രം ദ ഇൻസൈഡ്. വൂണ്ടിൻ്റെ ഇൻസൈഡ് ഹീലായിട്ടാണ് ഔട്ട്സൈഡിലേക്ക് ഹീലായിട്ട് വരുന്നത്. വൺസ് ഇത് ഹീലായി കഴിഞ്ഞാൽ സ്കാറിങ് വരാൻ ചാൻസ് ഉണ്ട്. അതോടൊപ്പം ഹീലിംഗ് പ്രോസസ്സും സ്ലോവർ ആയിരിക്കും. ഇതിനെയാണ് സെക്കൻഡറി ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്. ടേർഷ്യറി ഇൻറ്റൻഷൻ മീൻസ് ഇതിൽ പ്രൈമറി ക്ലോഷർ, ഡിലേഡ് പ്രൈമറി ക്ലോഷറാണ്. ഈ ടൈപ്പ് വൂണ്ടിൽ വൂണ്ട് ഓപ്പൺ ആയിട്ട് വെക്കേണ്ടതാണ്. കാരണം ഗ്രാനുലേഷൻ ടിഷ്യൂ ഫോം ചെയ്ത് വൂണ്ട് ഫില്ല് ചെയ്യണം. വൺസ് ഫില്ലായതിന് ശേഷമാണ് സർജിക്കൽ ക്ലോസർ ചെയ്യുന്നത്. ഇതിനെയാണ് ടേർഷ്യറി ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്. ഇതിൽ ആൻസർ പ്രൈമറി ഇൻറ്റൻഷനാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് സർജിക്കൽ ഇൻസിഷനാണ്, ക്ലീൻ ആണ്, എഡ്ജസ് എല്ലാം വെൽ അപ്രോപ്രിയേറ്റ് ആണ്. ഇത്രയും ഇൻഫർമേഷൻസ് പറയുന്ന സ്ഥിതിക്ക് പ്രൈമറി ഇൻറ്റൻഷനാണ് ഇതിൻ്റെ ആൻസർ. Shrinkage device is applied after surgery for amputation of leg. The goal of the shrinkage device is to form the residual limb into what shape? ഇത് ഷ്രിങ്കേജ് ഡിവൈസ് യൂസ് ചെയ്യുന്നത് തന്നെ ആംപ്യൂട്ടഡ് ലെഗിനെ ഫോം ചെയ്യുന്നതിന് വേണ്ടിയാണ്. കാരണം പ്രോസ്തറ്റിക് ലിംബ് യൂസ് ചെയ്യുന്നതിന് ഒരു സ്പെസിഫിക് ഷേപ്പ്, ഒരു പർട്ടിക്കുലർ ഷേപ്പ് ആവശ്യമുണ്ട്. ആ ഷേപ്പിലേക്ക് ആ റിമൈനിങ് പാർട്ട് ഓഫ് ദ ആംപ്യൂട്ടേറ്റഡ് ലെഗിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഷ്രിങ്കേജ് ഡിവൈസ് യൂസ് ചെയ്യുന്നത് തന്നെ. ഓപ്ഷൻ കോൺ ഷേപ്പ്, ഓവൽ ഷേപ്പ്, മഷ്റൂം ഷേപ്പ്, സിലിണ്ടർ വിത്ത് ബ്ലണ്ട് എൻഡ്. ഇതിൽ ആംപ്യൂട്ടേഷൻ ചെയ്ത ലെഗ്സിന് പ്രോസ്തറ്റിക് ലെഗ് യൂസ് ചെയ്യണമെങ്കിൽ ഇതിന് ഈ ഒരു ഷേപ്പാണ് വേണ്ടത്. ഇതാണ് സിലിണ്ടറിക്കൽ വിത്ത് ബ്ലണ്ട് എൻഡ്. സോ ആൻസർ ഈസ് സിലിണ്ടർ വിത്ത് ബ്ലണ്ട് എൻഡ്. A patient with poor wound healing and poor appetite has an order to begin total parenteral nutrition (TPN). Waiting for the TPN solution to arrive from the pharmacy, the nurse should obtain
ക്വസ്റ്റ്യൻ നന്നായിട്ട് എപ്പോഴും വായിക്കുന്നത് നല്ലതാണ്. ഈ ക്വസ്റ്റ്യൻ പ്രോമെട്രിക്കും ഹാർഡിനും ഒക്കെ യൂഷ്വലി വരുന്നതാണ്. എല്ലാ ലൈസൻസ് എക്സാമിനും യൂസ് ചെയ്യുന്ന തരം ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. ഈ പേഷ്യൻ്റ് വിത്ത് പൂർ വൂണ്ട് ഹീലിംഗ് ആൻഡ് പൂർ അപ്പറ്റൈറ്റ്, ഇതിൽ പേഷ്യൻ്റ് TPN ഓർഡർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. TPN ഓർഡർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നതിന് കാരണം തന്നെ പറയുന്നുണ്ട്. പൂർ അപ്പറ്റൈറ്റ് എന്നതിനേക്കാളുപരി പൂർ വൂണ്ട് ഹീലിംഗ് ആയതുകൊണ്ടാണ് TPN ഓർഡർ ചെയ്യുന്നത്. പൂർ അപ്പറ്റൈറ്റ് ആണെങ്കിൽ പേഷ്യൻറ്റിന് ഇഷ്ടമുള്ള ഫുഡ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ സാധിക്കും. പക്ഷേ പൂർ വൂണ്ട് ഹീലിംഗ് ആണ്. പൂർ വൂണ്ട് ഹീലിംഗ് ബിക്കോസ് ഓഫ് ലാക്ക് ഓഫ് പ്രോട്ടീൻ ആൻഡ് വൈറ്റമിൻ C, ഇതിൻ്റെ ഡെഫിഷ്യൻസിയാണ് പൂർ വൂണ്ട് ഹീലിങ്ങിന് കാരണം. ടോട്ടൽ പാരൻ്റൽ ന്യൂട്രീഷനിലാണ് എസ്പെഷ്യലി പൂർ അപ്പറ്റൈറ്റ് ഉള്ള ഒരാൾക്ക് കംപ്ലീറ്റ് ബാലൻസ് ഉള്ള അല്ലെങ്കിൽ ഹൈ പ്രോട്ടീൻ ഹൈ വൈറ്റമിൻസ് ഒക്കെയുള്ള ഫുഡ് കൊടുക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് TPN സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് അതിൻ്റെ സെക്കൻഡ് ഹിസ്റ്ററിയാണ്. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് TPN സൊല്യൂഷൻ ടു അറൈവ് ഫ്രം ഫാർമസി. ഫാർമസിയിലേക്ക് ഒരു ഓർഡർ കൊടുത്തു, അറൈവിങ് ഓൺ ദ വേ ആണ്. ദ നേഴ്സ് ഷുഡ് ഒബ്റ്റെയിൻ, ക്വസ്റ്റ്യൻ നന്നായിട്ട് വേണമെങ്കിൽ നേഴ്സ് എന്താണ് റെഡി ചെയ്ത് വെക്കേണ്ടത്? ഷുഡ് ഒബ്റ്റെയിൻ എ പെയർ ഓഫ് സ്റ്റെറൈൽ ഗ്ലൗസ്. എ പെയർ ഓഫ് സ്റ്റെറൈൽ ഗ്ലൗസ് നമുക്ക് യൂസ് ചെയ്യാം എപ്പോഴാണ്? TPN വാർഡിൽ തന്നെ ലാമിനാർ ഫ്ലോയുടെ അണ്ടറിൽ വാർഡിൽ പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ ഇറ്റ്സ് ലൈക്ക് സ്റ്റെറൈൽ പ്രൊസീജിയർ. ഇറ്റ്സ് ഓൾറെഡി പ്രിപ്പയർഡ് ആൻഡ് കമ്മിങ് ഫ്രോം ഫാർമസി, സോ നോ നീഡ് ഫോർ സ്റ്റെറൈൽ ഗ്ലൗസ്. അത് കണ്ടാമിനേറ്റഡ് ആകാതെ സൂക്ഷിക്കുക എന്നത് മാത്രമാണ്. ക്ലീൻ ഗ്ലൗസും യൂസ് ചെയ്യാം ഇഫ് ദ TPN ഈസ് ഓൾറെഡി പ്രിപ്പയർഡ് ഫ്രോം ഫാർമസി. സോ ഇതല്ല ആൻസർ. എ ട്യൂബിംഗ് വിത്ത് എ മൈക്രോ ഡ്രിപ്പ് ചേംബർ. ഒരിക്കലും TPN മൈക്രോ ഡ്രിപ്പ് ചേംബർ അല്ല യൂസ് ചെയ്യുന്നത്. ബാക്ടീരിയ ഫിൽറ്റർ അറ്റാച്ച് ചെയ്യുന്നു. നോർമൽ ഡ്രിപ്പാണ് യൂസ് ചെയ്യുന്നത്. മൈക്രോ അല്ല, നോർമൽ ഡ്രിപ്പ് ചേംബർ യൂസ് ചെയ്യുന്നു. വിത്ത് ബാക്ടീരിയ ഫിൽറ്ററാണ്, മൈക്രോ ഡ്രിപ്പ് അല്ല യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പൊവേഡിൻ അയഡിൻ ഓർ ബെറ്റാഡിൻ സാബ്. ബെറ്റാഡിൻ സാബ് ഒരിക്കലും ഒരു ട്യൂബിങ്സും ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കില്ല. കാരണം കൊളോണൈസേഷൻ ഓഫ് സ്യൂഡോമോണാസിന് ചാൻസ് ഉള്ളത് കൊണ്ടാണ്. ആൽക്കഹോൾ സ്വാബാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് അതും എലിമിനേറ്റ് ചെയ്യണം. ആൻസർ ഈസ് അൻ ഇൻഫ്യൂഷൻ പമ്പ്. കാരണം ഇൻഫ്യൂഷൻ പമ്പിലൂടെ മാത്രമേ TPN സൊല്യൂഷൻ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. പുഷ് ചെയ്തോ അല്ലെങ്കിൽ അല്ലാതെ ഡയറക്റ്റായിട്ട് ഇടോ സാധിക്കില്ല. എപ്പോഴും TPN ഇൻഫ്യൂഷൻ പമ്പിലൂടെയാണ് അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടത്. നെക്സ്റ്റ്, എ പേഷ്യൻ്റ് വിത്ത് എ പൾമനറി എംബോളസ് ആൻഡ് നഴ്സിംഗ് ഡയഗ്നോസിസ് ഓഫ് ഇംപേർഡ് ഗ്യാസ് എക്സ്ചേഞ്ച് ഹാസ് ആൻ ഓർഡർ ടു ഒബ്റ്റെയിൻ ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ്. ദ ഫസ്റ്റ് നഴ്സിംഗ് ഇൻ്റർവെൻഷൻ. What is the first nursing intervention? So intervention, responsibility, assessment, nursing action, ഇതിനൊക്കെ വ്യത്യാസങ്ങളുണ്ട്. സോ ഇതിൽ ഇൻ്റർവെൻഷൻ ആണ് ചോദിക്കുന്നത്. കാരണം എന്താണ്? പൾമനറി എംബോളസ് ആണ്, അതൊക്കെ ഒരു ഹിസ്റ്ററിയാണ്. ബട്ട് വാട്ട് ഹാസ് ടു ഡു? ABG ചെയ്യണം. ABG ചെയ്യാനായിട്ട് നേഴ്സിൻ്റെ ഫസ്റ്റ് ഇൻ്റർവെൻഷൻ. ഇതാണ് ക്വസ്റ്റ്യൻ. Perform an Allen test, explain the procedure to the patient, gather the equipments, document the procedure. ഇതിൽ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. കാരണം എക്സ്പ്ലെയിൻ ദ പ്രൊസീജിയർ ടു ദ പേഷ്യൻ്റ് അല്ലേ ആദ്യം ചെയ്യേണ്ടത് എന്നൊരു ക്വസ്റ്റ്യൻ വരും. പക്ഷേ ക്വസ്റ്റ്യൻ ഈസ് ഫസ്റ്റ് ഇൻ്റർവെൻഷനാണ്. എക്സ്പ്ലെയിൻ ടു ദ പ്രൊസീജിയർ ടു ദ പേഷ്യൻ്റ് ഇതൊരു ഇൻ്റർവെൻഷൻ അല്ല, ഇതൊരു നേഴ്സിംഗ് പ്രയോറിറ്റിയിൽ നേഴ്സിംഗ് ആക്ഷനാണ്. മീൻസ് യു ഹാവ് ടു ഇൻഫോം ദ പേഷ്യൻ്റ്, എക്സ്പ്ലെയിൻ ദ പ്രൊസീജിയർ, ഇൻഫോം ചെയ്യണം ഇങ്ങനെയാണ് പ്രൊസീജിയർ ചെയ്യാൻ പോകുന്നത്. പക്ഷേ അതൊരു ഇൻ്റർവെൻഷൻ്റെ അണ്ടറിൽ വരുന്നില്ല. ഇൻ്റർവെൻഷൻ, പെർഫോം ആൻ അലൻ ടെസ്റ്റ്, ഗ്യാദർ ദ എക്യുപ്മെൻറ്റ് ആൻഡ് ഡോക്യുമെൻറ്റ്സ് എ പ്രൊസീജിയർ. ഇതിൽ അലൻ ടെസ്റ്റ് മീൻസ് സർക്കുലേഷൻ കറക്റ്റായിട്ടുണ്ടോ എന്നറിയാനാണ്. കാരണം ആർട്ടീരിയൽ ബ്ലഡ് എപ്പോഴും തന്നെ എടുക്കുന്നത് റേഡിയൽ ആർട്ടറിയിൽ നിന്നായിരിക്കും. ഇതാണ് അലൻ ടെസ്റ്റ്. റേഡിയൽ ആർട്ടറിയിൽ നിന്ന് ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് എടുക്കാൻ മീൻസ് റേഡിയൽ ആർട്ടറി ഓക്ലൂഡ് ചെയ്യേണ്ടി വരും. ആ സമയത്ത് അൾനാർ ആർട്ടറി ഹാസ് ടു ഗീവ് സർക്കുലേറ്റ് ദ ബ്ലഡ്. മീൻസ് കൊളാട്രൽ സർക്കുലേഷൻ ബെറ്റർ ആണെങ്കിൽ മാത്രമാണ് റേഡിയൽ ആർട്ടറിയിൽ നിന്ന് ABG എടുക്കാൻ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി ചെയ്യുന്ന, അതായത് കൊളാട്രൽ സർക്കുലേഷൻ ഉണ്ടോ എന്നറിയാൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റാണ് അലൻ ടെസ്റ്റ്. ഇതിൽ റേഡിയൽ ആർട്ടറി അൾനാർ ആർട്ടറി ഒന്നിച്ച് ഒക്ലൂഡ് ചെയ്ത് പിടിക്കുക. സോ അത് ഈ ഫസ്റ്റ് പിക്ചർ കാണാൻ സാധിക്കും. പിടിക്കുമ്പോൾ അവിടുത്തെ സർക്കുലേഷൻ പോയി ഒരു വൈറ്റ് കളർ വരും. ദെൻ ഉള്ളി അൾനാർ ആർട്ടറി മാത്രം റിലീസ് ചെയ്യുക. അൾനാർ ആർട്ടറി മാത്രം റിലീസ് ചെയ്യുമ്പോൾ ആ സർക്കുലേഷൻ റീഗെയിൻ ചെയ്താൽ അൾനാർ ആർട്ടറി എന്നുള്ള സർക്കുലേഷൻ ഓക്കെയാണ്, ABG എടുക്കാൻ സാധിക്കും. അതാണ്
അതാണ് അലൻ ടെസ്റ്റ്. സോ ഫസ്റ്റ് അലൻ ടെസ്റ്റ് പെർഫോം ചെയ്യുക. അലൻ ടെസ്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ ഗ്യാദർ ദ എക്യുപ്മെൻറ്റ്സ്, എന്തെല്ലാം എക്യുപ്മെൻറ്റ്സ് വേണം അതെല്ലാം ഗ്യാദർ ചെയ്യുക. ഡോക്യുമെൻറ്റ്സ് പ്രൊസീജിയർ, അതിന് ശേഷം ഡോക്യുമെൻറ്റ് പ്രൊസീജിയർ, ഇതെല്ലാം ചെയ്യേണ്ടതാണ്. എക്സ്പ്ലെയിൻ ദ പ്രൊസീജിയർ, എപ്പോൾ വേണേലും എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് അലൻ ടെസ്റ്റിന് മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്യാം, അതിന് ശേഷം എക്സ്പ്ലെയിൻ ചെയ്യാം. അത് ഒരു മെയിനായിട്ടൊരു ഇൻ്റർവെൻഷൻ അണ്ടറിലല്ല വരുന്നത്, അതൊരു നേഴ്സിംഗ് ആക്ഷനാണ്. അത് while caring for a patient in post-anesthesia care unit, a nurse observes the onset of rapid breathing, cyanosis and narrowing blood pressure. The nurse should plan to ഫസ്റ്റ് ഈ പേഷ്യൻ്റ് പോസ്റ്റ് അനസ്തേഷ്യ പീരീഡിലാണ്. അതായത് അപ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ ഇഷ്യൂ വരാൻ ചാൻസ് ഉള്ളത് ബ്രീത്തിങ്, സർക്കുലേഷൻ, ഓക്സിജനേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ്. ഈ പേഷ്യൻറ്റിന് റാപ്പിഡ് ഓൺസെറ്റ് ഓഫ് റാപ്പിഡ് ബ്രീത്തിങ് ആൻഡ് സൈനോസിസ്, ഫാസ്റ്റ് ബ്രീത്ത് ചെയ്യുക, സൈനോസിസ് ചെയ്യുക, ദെൻ നാരോയിങ് ബ്ലഡ് പ്രഷർ കുറയുക. ഇതാണ് ഫസ്റ്റ്. റാപ്പിഡ് ബ്രീത്തിങ് ഒരു കോമ്പൻസേറ്ററി ബ്രീത്തിങ് ആണ്. ദാറ്റ് മീൻസ് ഓക്സിജൻ മോർ കിട്ടുന്നതിന് വേണ്ടി, കൂടുതൽ ഓക്സിജന് വേണ്ടിയിട്ടാണ് റാപ്പിഡ് ബ്രീത്തിങ് വരുന്നത്. സോ ഓക്സിജൻ കുറവായതുകൊണ്ടാണ് സൈനോസിസ് വരുന്നത്. അതിൻ്റെ ലാസ്റ്റായിട്ടായിരിക്കും ബ്ലഡ് പ്രഷർ കുറയുന്നത്. അപ്പോൾ ഓക്സിജനേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. അഡ്മിനിസ്റ്റർ ബോളസ് ഗ്ലൂക്കോസ് അതൊരിക്കലും ഈ മോളിൽ പറയുന്ന സയൻസ് ആയിട്ട് ഒരു റെമഡി ആയിട്ട് വരുന്നില്ല. സോ ജസ്റ്റ് എലിമിനേറ്റ് ദ ഓപ്ഷൻ. ടേൺ ദ പേഷ്യൻറ്റ് ടു ദ റൈറ്റ് സൈഡ് ഓർ ലെഫ്റ്റ് സൈഡോ കൊളാപ്സ്ഡ് ആവുന്നോ, പൊസിഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ എന്തെങ്കിലും ബെറ്റർ ആവുന്നോ ഇങ്ങനെ പറയുന്നില്ല. സോ അത് ഓപ്ഷൻ റൈറ്റ് അല്ല. അഡ്മിനിസ്റ്റർ ഇൻട്രാവീനൽ ഫ്ലൂയിഡിൻ്റെ കുറവ് കൊണ്ടല്ല ബ്ലഡ് പ്രഷർ കുറഞ്ഞിരിക്കുന്നത്. ബ്രീത്തിങ് ആൻഡ് സൈനോസിസ്, ദാറ്റ് മീൻസ് ഓക്സിജൻ്റെ കുറവ് കൊണ്ടാണ് ബ്ലഡ് പ്രഷർ കുറഞ്ഞിരിക്കുന്നത്. സോ സക്ഷൻ ദ എയർവേ, ദാറ്റ് മീൻസ് എയർവേ ബ്ലോക്കേജ് ആയതുകൊണ്ടാണ് പേഷ്യൻറ്റിന് റാപ്പിഡ് ബ്രീത്തിങ്ങും സൈനോസിസും ഒക്കെ വരുന്നത്. സോ ആൻസർ ഈസ് സക്ഷൻ ദ എയർവേ. വൈൽ കെയറിംഗ് ഫോർ എ പേഷ്യൻറ്റ് ഇൻ പോസ്റ്റ് അനസ്തേഷ്യ യൂണിറ്റ് who has developed hypovolemic shock, the nurse should position the patient. hypovolemic shock ആണ്, ദാറ്റ് മീൻസ് ഫ്ലൂയിഡ് കുറഞ്ഞു. ഷോക്കിൻ്റെ എല്ലാ സയൻസും അതിൻ്റെ ഇഷ്യൂസും ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. എന്ത് പൊസിഷനാണ് യൂസ് ചെയ്യുന്നത്, ഈ പൊസിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മോസ്റ്റ് ഓഫ് ദ എക്സാമിലും കാണുന്നതാണ്. എസ്പെഷ്യലി ഹാർട്ട്, പ്രോമെട്രിക്കിലൊക്കെ ഒരുപാട് പൊസിഷൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. സോ ഹൈപ്പോവോളിമിക് ഷോക്കിൽ എന്ത് പൊസിഷനാണ് കൊടുക്കേണ്ടത്? ഫ്ലാറ്റ് വിത്ത് ലെഗ് ഇലവേറ്റഡ്, a Trendelenburg position with the head of the bed elevated 45 degree and completely flat. ഇതിൽ ഓപ്ഷൻ ഫസ്റ്റ് എലിമിനേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പൊസിഷൻ ചെയ്യുന്നത് തന്നെ ബ്രെയിനിലേക്കുള്ള സർക്കുലേഷൻ റിസ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് ബ്രെയിനിലേക്കുള്ള സർക്കുലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നത് തന്നെ. ബ്രെയിൻ ഡെത്ത് ആകാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗോൾ. വിത്ത് ദ ഹെഡ് ഓഫ് ദ ബെഡ് ഹെഡ് ഇലവേറ്റ് ചെയ്യാൻ ഒരിക്കലും പാടില്ല, അതുകൊണ്ട് ഇത് എലിമിനേറ്റ് ചെയ്യുക. കംപ്ലീറ്റ്ലി ഫ്ലാറ്റ് ദ ബെഡ്, കംപ്ലീറ്റ്ലി ഫ്ലാറ്റ് ആകുമ്പോൾ ഓൾറെഡി സർക്കുലേഷൻ കുറവായതുകൊണ്ട് ഹെഡിലേക്കുള്ള ബ്ലഡ് കിട്ടാൻ ചാൻസ് കുറവാണ്. മൈൽഡ് എമൗണ്ടൊക്കെ കിട്ടും, അതും ഹെഡിനെ അതായത് തലയെ സേവ് ചെയ്യാൻ സാധിക്കില്ല. സോ അതും എലിമിനേറ്റ് ചെയ്യുക. ഇനി രണ്ട് ഓപ്ഷനാണുള്ളത്. ഇത് ടെൻഡലൻബർഗ് പൊസിഷൻ മീൻസ് ഹെഡ് താഴേക്കായിട്ട് കിടത്തുന്നതാണ്, ലെഗ് ഇലവേറ്റഡ് ആയിട്ട്. അത് ടെൻഡലൻബർഗ് പൊസിഷൻ ഇന്ന് ഒരു റെക്കമെൻഡഡ് പൊസിഷൻ അല്ല. അതിലും ബെസ്റ്റായിട്ടുള്ള മോഡിഫൈഡ് പൊസിഷൻ ഉണ്ടോ എന്ന് നോക്കുക. ഫ്ലാറ്റ് വിത്ത് ലെഗ് ഇലവേറ്റഡ്. ലെഗ് ഇലവേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ബ്ലഡ് ഫ്ലോ ബ്രെയിനിലേക്ക് പോകാനുള്ള ബ്ലഡ് ഫ്ലോയുടെ അളവ് കൂടും. സോ ഫസ്റ്റ് ഓപ്ഷനാണ് ഫ്ലാറ്റ് വിത്ത് ലെഗ് ഇലവേറ്റഡ് ആണ് ഇതിൽ ആൻസറായിട്ട് വരുന്നത്.